ബെഡ് വെറ്റിംഗ് മിക്കവർക്കും അപരിചിതമായ വാക്കായിരിക്കാം. പക്ഷേ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ കിടന്നു മുള്ളുക എന്ന് പറയും. അതായത് ഇത് കുട്ടികളിലും അഡൽസിലും ഈ സംഭവം സംഭവിക്കാറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്ലിനിക്കിൽ വന്നൊരു കുട്ടി, ഇവൾ 12ാം ക്ലാസ്, അതായത് ഒരു 18 വയസ്സോളം പ്രായമുള്ളൊരു കുട്ടി, കോളേജിലെ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ തന്നെ ബെഡ് വെറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഇൻഹിബിഷനും ഭയങ്കര നാണവും എല്ലാവരുടെ ഫ്രണ്ടിലും ഭയങ്കര അഷേംഡായ സാഹചര്യം ഉണ്ടായിട്ട് ആ കൊച്ചി ഇവൻ സൂയിസൈഡിന് ട്രൈ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ തെറപ്പിക്ക് വന്നത്. അപ്പോൾ ഞാൻ ഈ പേരൻസിനെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവൾക്ക് സാധാരണ ബെഡ് വെയിറ്റിംഗ് ഉണ്ടാകുന്നത് 2 കാരണങ്ങളും ഉണ്ടാകും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അത് ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് ബയോളജിക്കൽ നമ്മുടെ ശരീരത്തിലുള്ള അതായത് ബ്ലാഡറിനുണ്ടാകുന്ന ചേഞ്ചുകളോ അല്ലെങ്കിൽ ഷ്രിങ്കൺ ബ്ലാഡറോ അങ്ങനെയുള്ള പല കണ്ടീഷൻസുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട്. പിന്നെയുള്ള ഒരു സിറ്റുവേഷനാണ് സൈക്കോളജിക്കൽ. ഈ സൈക്കോളജിക്കൽ കണ്ടീഷനായിരുന്നു ഈ കുട്ടിയുടേത്. സൈക്കോളജിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മോർ ഇമോഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. കുട്ടികൾക്ക് ടോയ്ലറ്റിംഗ് ട്രെയിനിങ് കൊടുത്താൽ തന്നെയാണെങ്കിലും ഇമോഷണലി അവർ വീക്കാണ്, അല്ലെങ്കിൽ പേരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ഇമോഷണൽ ടാങ്ക് കുട്ടികൾക്ക് ഫിൽഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകാം. ഇതുമൂലം ബെഡ് വെറ്റിംഗ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിന് പല സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ തെറാപ്പിയുടെ സമയത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പേരൻസിൻ്റെ അറ്റൻഷൻ്റെ ഡെഫിനറ്റ്ലി കുറവുണ്ടായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും കുട്ടിയുടെ സാന്നിധ്യത്തിലില്ല. കാരണം രണ്ടുപേരും വേറെ എവിടെയോ ജോലി ചെയ്യുന്ന ആളുകൾ. ഈ കുട്ടി വളർന്നു വന്നത് തശ്ശിയുടെ കൂടെ തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഷീ ഹാഡ് ദാറ്റ് അറ്റൻഷൻ, ആ കണ്ടീഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്നോട്ടാണ് പുള്ളി കറക്ഷനിലേക്ക് വന്നത്. അപ്പോൾ അതിന് നമ്മൾ തെറാപ്യൂട്ടിക്കലി നമ്മൾ ചെയ്യുന്ന കുറേ ടെക്നിക്കുണ്ട്. ആൻഡ് ആസ് എ നോർമൽ മാൻ, ഇപ്പോൾ സാധാരണ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഹാബിറ്റ്സ് ഉള്ള കുട്ടികളുടെ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് കുട്ടികളെ ഈ ഒരു ഹാബിറ്റിൽ നിന്ന് മാറാം. സാധാരണ കേസുകളിൽ 1 വയസ്സ് തൊട്ട് 2 വയസ്സിനുള്ളിൽ കുട്ടികൾ ബെഡ് വെറ്റിംഗ് മാറ്റണം എന്നുള്ളതാണ്. അതിനുള്ളിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കുണ്ടാകും ആ ഒരു എർജ്, നമുക്കൊരു പ്രൊപ്രിയോസെറ്റീവ് ഒരു സെൻസേഷൻ ഉണ്ടാകുന്ന അത് ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു 2 വയസ്സിന് ശേഷം കുട്ടികൾ ബെഡ് വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കെയർഫുൾ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. അതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്കൊരു ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുക. അത് നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ബി അവൈലബിൾ ടു ദി ചൈൽഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ കുട്ടിക്ക് നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കുക. എന്നുവെച്ചാൽ അവൻ്റെ എന്തെങ്കിലും അല്ല അവളുടെ എന്തെങ്കിലും ഒരു ആവശ്യം നീഡ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു സാന്നിധ്യം ആ കുഞ്ഞിന് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ അവർക്കൊരു ഫീൽ കിട്ടും ദേ ആർ ബീൻ സപ്പോർട്ടഡ്. ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. കാരണം അറ്റൻഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് തിരിച്ച് കൊടുക്കുക എന്നുള്ളത്. ഞാൻ അവരെ ഹഗ് ചെയ്ത് പിടിക്കുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കുക. അവർ കുറച്ചൊരു ഇമോഷണലി നമ്മൾ അവൈലബിൾ, ഒരു വാംത്ത് ഫീൽ ചെയ്യുന്ന രീതിയിൽ പേരൻസ് അവരെ ഒന്ന് ഹഗ് ചെയ്ത് വെക്കുക. ഇതാണ് ഇമോഷണൽ കണക്ഷൻ കൊടുക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യം. ദെൻ നെക്സ്റ്റ് വൺ, നമ്മൾ ഈ കിടന്നുറങ്ങുന്ന സമയത്തിനുള്ളിൽ ഇവർക്കൊരു കമാൻഡ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതായത് നിങ്ങൾ എഴുന്നേൽക്കുന്ന, അതായത് യൂറിനേഷൻ്റെ എർജൻസി ഉണ്ടാകുന്ന സമയത്ത് വേക്കപ്പ് എന്ന് പറയുന്ന ഒരു കമാൻഡ് തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ കിടന്നുറങ്ങുന്ന സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞുങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ എർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ വിൽ വേക്ക് അപ്പ്, നിങ്ങൾ എഴുന്നേൽപ്പിക്കും. അപ്പം നിങ്ങൾ അവൈലബിൾ ആയിരിക്കുകയും ചെയ്യണം എന്നുള്ളത് വേറൊരു ഫാക്റ്റാണ്. ഇതാണ് 2 പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ നമ്മൾ ഈ ബെഡ് വെറ്റിംഗ് ഉള്ള കുട്ടികൾ കൊടുക്കണം. പിന്നെ സാധാരണ ഈ കുട്ടികൾക്ക് ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് എപ്പോഴും ചെറിയ കാര്യങ്ങൾ അവർ അക്കാഡമിക് സൈഡിലായിക്കോട്ടെ, പഠിക്കുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ വീട്ടിലെ സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ചെറിയ പെർഫോമൻസും വലിയ പെർഫോമൻസും ഒക്കെ ചെയ്തു വന്നു കഴിയുമ്പോഴേക്കും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുക. ആ ഒരു അഭിനന്ദനം അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങും. ഇത് തന്നെ അവർക്കൊരു അറ്റൻഷൻ്റെ ഒരു സാധ്യത കൂട്ടിക്കൊടുക്കുന്ന. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഈ ചെറിയ അക്കാഡമിക് സൈഡിൽ പഠിച്ചു വരുമ്പോൾ തന്നെ ഓൾവേസ് കൺഗ്രാജുലേറ്റ്, അവരെ കൺഗ്രാജുലേറ്റ് ചെയ്ത് അവർക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ കൊടുക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ബെഡ് വെറ്റിംഗിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റും. ഈവൻ അഡൽട്സ് ആയി കഴിയുമ്പോഴും ഇതേ സെയിം ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ റീസൺ. ആ റീസൺ കണ്ടുപിടിച്ച് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ചെയ്താൽ തന്നെ അവർക്ക് എസ്പെഷ്യലി അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബെഡ് വെറ്റിംഗ്. നിങ്ങൾ പേരൻസ് ആണെങ്കിൽ ഇത്തരം ഒരു ഹാബിറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഈസി വേ. അപ്പോൾ നമ്മൾ ഹിപ്നോട്ടിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇമോഷണലി കണക്ട് ചെയ്യുക ആൻഡ് അറ്റ് സെയിം ടൈം അവരെ ചേർത്ത് പിടിക്കുക എന്ന് പറയും. അടുത്തെന്ന് പറയുന്നത് കിടന്നുറങ്ങുന്നതിന് മുമ്പുള്ള ടൈമിൽ അവർക്ക് ഒരു കമാൻഡ് കൊടുത്തിട്ട് കിടക്കുക. വെൻ ദർ ഈസ് എൻ എർജൻസി, അല്ലെങ്കിൽ ആ മൂത്രം ഒഴിക്കാനുള്ള ഒരു എർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ വേക്ക് അപ്പ് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുത്തിട്ട് കിടന്നാൽ പതുക്കെ അവർ ആ ട്രാക്കിലേക്ക് വീഴും. സോ ഇതാണ് ബെഡ് വെറ്റിംഗ് എന്ന് കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല ടെക്നിക്സുകൾ. കീപ് പ്രാക്ടീസിങ്. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ജിനോ ജെയിംസ് സൈനിങ് ഓഫ്.